Welcome to another video of Learning Tips. Here we are going to discuss about fascism and Nazism. Another topic from the chapter World in 20th Century. Circumstances which led to the formation of dictatorship. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏകാധിപത്യ ഭരണം നിലവിൽ വരുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? First one, the First World War destroyed both the allies. We have already learned there are two alliances during the time of First World War, Triple Alliance and Triple Entente. Both allies completely destroyed. രണ്ട് സൈനിക സഖ്യങ്ങളും യുദ്ധശേഷം പൂർണ്ണമായും തകർന്നിരുന്നു. Many European governments lost their power. ഒന്നാം ലോക യുദ്ധശേഷം പല രാജ്യങ്ങളും അവരുടെ അധികാരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പീപ്പിൾ വേർ ഇൻ മിസറി. ഒന്നാം ലോക യുദ്ധശേഷം ആളുകൾ മുഴുവൻ ദുരിതത്തിലായിരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ റൂയിൻഡ് ദെയർ എൻറ്റയർ സിസ്റ്റം. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം എന്നതൊക്കെ ലോകത്തെയാകെ നശിപ്പിച്ചു. Economic destruction, rivalry against the victors, aimlessness, സാമ്പത്തിക തകർച്ച, ശത്രുത, അതുപോലെ തന്നെ ലക്ഷ്യബോധമില്ലായ്മ. ഈ സാഹചര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെ ഏകാധിപത്യ ഭരണങ്ങൾ നിലവിൽ വരാനുണ്ടായ പ്രധാന കാരണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം. എന്തൊക്കെയായിരുന്നു ഫാസിസത്തിൻ്റെ പ്രത്യേകതകൾ? ആൻറ്റഗോണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തോടുള്ള വിരോധം. ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. ഗ്ലോറിഫൈയിങ് ദ നാഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റൈസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. ജസ്റ്റിഫൈയിങ് വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ. ഡൈഫൈയിങ് ദ പാസ്റ്റ്, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. ഇൻഡോക്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കൽ. ഈ പറഞ്ഞതെല്ലാമായിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം. മുസോളിനി ആൻഡ് ഫാസിസം. Then we are going to discuss about fascism in Italy or dictatorship under Benito Mussolini. Causes for fascist party came to power in Italy. ഇറ്റലിയിൽ ഫാസിസം അധികാരത്തിൽ വരാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിൽ വരാനിടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് വിക്ടോറിയസ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിലായിട്ടും ഇറ്റലിക്ക് കാര്യമായിട്ടൊന്നും ലഭിച്ചില്ല. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെൻറ്റ്, increase in tax, inflation, etc. kept people away from the government. യുദ്ധശേഷമുണ്ടായ, ഒന്നാം ലോക യുദ്ധശേഷമുണ്ടായ രാജ്യത്തെ വ്യാവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, ടാക്സ് വർധനവ്, പണപ്പെരുപ്പം, ഇതൊക്കെ ഇറ്റലിയിലെ ഗവൺമെൻറ്റിനോട് ഒരു ശത്രുത ജനങ്ങൾക്കുണ്ടാകുന്നതിന് കാരണമായി. ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾ അകലുന്നതിന് കാരണമായി. Industrialists, in fear of Italy moving to socialism, were prompted to support the fascism. ഇറ്റലിയിലെ വ്യവസായികൾ ചിന്തിച്ചു, ഇറ്റലി സോഷ്യലിസത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് അവർ ഏകാധിപത്യത്തെ സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഇറ്റലിയിൽ ഫാസിസം നിലവിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. മുസോളിനി ഫോംഡ് എ നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി ഇൻ 1921. അങ്ങനെ 1921
മുസോളിനി ഒരു പാർട്ടി രൂപീകരിച്ചു, നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി എന്ന പേര്. In 1921 an election held in Italy. 1921 ഇറ്റലിയിൽ ഒരു എലക്ഷൻ നടന്നു. നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി കാണ്ട് ഒബ്റ്റെയിൻ മെജോറിറ്റി ഓഫ് വോട്ട്സ് ഇൻ ദിസ് എലക്ഷൻ. എന്നാൽ 1921 എലക്ഷൻ നടന്നെങ്കിലും ഈ എലക്ഷനിൽ വോട്ടുകൾ നേടാൻ, ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാൻ ഈ നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചില്ല. He formed a military force known as Black Shirts. ഈ സമയത്ത് മുസോളിനി ചെയ്തത് ഒരു സൈന്യത്തെ രൂപീകരിച്ചു. മുസോളിനിയുടെ സൈന്യത്തിൻ്റെ പേരായിരുന്നു ബ്ലാക്ക് ഷേർട്സ് എന്ന പേരിൽ, കരിങ്കുപ്പായക്കാർ എന്ന പേരിൽ ഒരു സൈന്യത്തെ രൂപീകരിച്ചു. മുസോളിനി കണ്ടക്റ്റഡ് എ മാർച്ച് ടു റോം, ദ ക്യാപിറ്റൽ ഓഫ് ഇറ്റലി, ആൻഡ് ക്യാപ്ചേർഡ് ദ പവർ. എന്നിട്ട് തൻ്റെ സൈനികരെയുമായിട്ട് റോമിലേക്ക്, ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ഇറ്റലിയുടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. മുസോളിനി ഫോളോവഡ് ദ ഡെസ്പോട്ടിക് മെഷേഴ്സ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫീൽഡ്സ് ഓഫ് ഇറ്റലി. എല്ലാ മേഖലയിലും മുസോളിനി ഏകാധിപത്യ ഭരണം കൊണ്ടുവന്നു. സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വേർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് ദ നേഷൻ. സോഷ്യലിസ്റ്റുകളെയും കർഷക നേതാക്കളെയും തൊഴിലാളി നേതാക്കളെയും ഒക്കെ രാജ്യത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ദോസ് ഹു ഒപ്പോസ്ഡ് ദ ഫാസിസ്റ്റ് പാർട്ടി വർ എക്സിക്യൂട്ടഡ്. ആര് ഫാസിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നുവോ അവരെയൊക്കെ കൊന്നൊടുക്കി. ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റെസ്റ്റോർ ദ ആൻഷ്യന്റ് റോമൻ എംപയർ. മുസോളിനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു. He adopted several symbols of ancient Roman administration. പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരുപാട് സിംബലുകൾ അദ്ദേഹം ഉപയോഗിച്ചു. മുസോളിനി സപ്രസ്ഡ് ഹിസ് ഒപ്പണൻസ് ബൈ യൂസിങ് മിലിറ്ററി ഫോഴ്സ് നോൺ ആസ് ബ്ലാക്ക് ഷേർട്സ്. ബ്ലാക്ക് ഷേർട്സ് എന്ന തൻ്റെ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ എതിരാളികളെ മുഴുവൻ മുസോളിനി അടിച്ചമർത്തി. His aggressive foreign policy led him to conquer nations like Ethiopia and Albania. He followed the aggressive nationalism. അക്രമോത്സുക ദേശീയത പിന്തുടർന്നതുകൊണ്ട് തൻ്റെ അടുത്ത രാജ്യങ്ങളെ അദ്ദേഹം പിടിച്ചടക്കി. എത്യോപ്യയെ പിടിച്ചെടുത്തു, അതുപോലെ തന്നെ അൽബേനിയയൊക്കെ അദ്ദേഹം കീഴടക്കി. In 1945 he was killed by the people. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളാൽ വധിക്കപ്പെടുകയാണ് ചെയ്തത്. Here we are going to discuss about Hitler and Nazism. Nazism in Germany. Causes for the Nazi party came to power in Germany. Which are the important causes for the Nazi party came to power in Germany? ജർമ്മനിയിൽ നാസി പാർട്ടി അധികാരത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, the Treaty of Versailles imposed by the victorious Allies on the Germany after the First World War. One of the important cause for Nazism in Germany was the treaty signed between Germany and victorious countries, that is the Versailles Treaty. The second one, economic destruction and inflation. ജർമ്മനിയിലുണ്ടായ സാമ്പത്തിക തകർച്ച, അതുപോലെ തന്നെ പണപ്പെരുപ്പം. ഫെയിലർ ഓഫ് ദി ജർമ്മൻ ഗവൺമെൻറ് ആൻഡ് റിസൾട്ടൻ്റ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ പരാജയവും അതുപോലെ തന്നെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും. വിത്ത് ഹിസ് ഒറാറ്ററി സ്കിൽസ് ആൻഡ് ഓർഗനൈസേഷണൽ എബിലിറ്റീസ് ഹിറ്റ്ലർ ഈസിലി സക്സീഡഡ് ഇൻ ഗെയിനിങ് പോപ്പുലർ സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗകലയും അതുപോലെ തന്നെ സംഘാടനത്തിനുള്ള കഴിവും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ സപ്പോർട്ട് വളരെ എളുപ്പത്തിൽ നേടിയെടുത്തു. ഹിറ്റ്ലർ ട്രൈ ടു ക്യാപ്ചർ ദ പവർ ഇൻ 1923, ബട്ട് ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഗോട്ട് 5 years ഇംപ്രിസൺമെൻറ്റ്. എന്നാൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഹിറ്റ്ലറിനെ അവിടുത്തെ ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്യുകയും 5 വർഷം ജയിലിലടക്കുകയും ചെയ്തു. അറ്റ് ജയിൽ he wrote
മെയിൻ കാഫ് ഹിസ് ഓട്ടോബയോഗ്രഫി. ഈ ജയിലിലുള്ള 5 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരു ഓട്ടോബയോഗ്രഫി, തൻ്റെ ജീവചരിത്രം എഴുതി. അതാണ് ചരിത്രത്തിൽ മെയിൻ കാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. In 1934 he dismissed the German government and captured the power. 1934 ജർമ്മൻ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും എന്നിട്ട് ജർമ്മനിയുടെ അധികാരം ഹിറ്റ്ലർ പിടിച്ചെടുക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് were executed. താൻ അധികാരത്തിലെത്തിയതിനു ശേഷം സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും അതുപോലെ തന്നെ ജനാധിപത്യവാദികളെയും അദ്ദേഹം കൊന്നൊടുക്കി. Hitler held the Jews responsible for Germany's ruin and humiliation. ജർമ്മനിയുടെ അപമാനത്തിനൊക്കെ കാരണക്കാർ ജൂതന്മാരാണെന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. ഹോളോകോസ്റ്റ്. What is Holocaust? Jews were massacred en masse in specially built concentration camps is known as Holocaust. ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും അവിടെ വെച്ച് ജൂതന്മാരെ കൂട്ടത്തോടെ കൊല ചെയ്യുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് ഹോളോകാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പോ were in charge of assaulting and massacring the Jews. ജൂതന്മാരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ബ്രൗൺ ഷർട്ട് എന്ന ഒരു സൈനിക വിഭാഗത്തെയും അതുപോലെ തന്നെ ഗെസ്റ്റപ്പോ എന്ന ഒരു രഹസ്യ സംഘത്തെയും അദ്ദേഹം രൂപീകരിച്ചു. Hitler projected the purity of the Aryan race. He deified the Aryan ancestry of the Germans. ആര്യ വംശത്തെ മഹത്വവൽക്കരിച്ചു. ജർമ്മൻകാരായ ആര്യന്മാരുടെ മഹത്വത്തെയും അദ്ദേഹം പ്രകീർത്തിച്ച് കാണിച്ചു. All other political parties except the Nazi party were banned. നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെയും അദ്ദേഹം നിരോധിച്ചു. ട്രേഡ് യൂണിയൻ ആൾസോ വർ ബാൻഡ്. തൊഴിലാളി യൂണിയനുകളെ മുഴുവൻ നിരോധിച്ചു. മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി. സൈനിക സേവനം നിർബന്ധമാക്കി. ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റിവഞ്ച് എമംഗ് ദ ജർമൻസ് എഗൻസ്റ്റ് ദ ടേംസ് ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. വേഴ്സായി സന്ധിക്കെതിരെ ജർമ്മൻകാരുടെ മനസ്സിൽ ഒരു പ്രതികാര മനോഭാവം അദ്ദേഹം വളർത്തിയെടുത്തു. He used newspapers, radio, cinema and education system widely to propagate the ideologies of Nazism. പത്രങ്ങളെയും റേഡിയോ, സിനിമ, വിദ്യാഭ്യാസം എന്നിവയൊക്കെ നാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. ഹിറ്റ്ലർ അഡോപ്റ്റഡ് അഗ്രസീവ് ഫോറിൻ പോളിസി. അക്രമോത്സുക ദേശീയത സ്വീകരിച്ചു. ഹി അറ്റാക്ക്ഡ് ഓസ്ട്രിയ ആൻഡ് സെക്കോസ്ലോവാക്യ. രാജ്യങ്ങളെ കീഴടക്കിയ ഹിറ്റ്ലർ ആസ്ട്രിയയും അതുപോലെ തന്നെ സെക്കോസ്ലോവാക്യയും ആക്രമിച്ചു. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ 1945. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ അവസാനം അദ്ദേഹം 1945 ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. Then we are going to discuss about the Second World War. The period of the Second World War is 1939 to 1945. Firstly, we are discussing about which are the important causes of Second World War. The first one, peace treaty at Paris in 1919. Victorious nations shared the colonies of defeated nations. Germany and Italy had any colony or market. Therefore, enhancing their political economic stability, Italy and Germany planned to conquer the colonies and attack weak nations. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പാരീസ് സമാധാന സമ്മേളനമായിരുന്നു. ഇവിടെ വെച്ച് ജർമ്മനിയുമായി ഒപ്പുവെച്ച വേഴ്സായി സന്ധിയിൽ ജർമ്മനിയാണ് യുദ്ധത്തിനുള്ള കുറ്റക്കാരൻ, അതുപോലെ തന്നെ ജർമ്മനിയെ നിരായുധവൽക്കരിക്കുക എന്നിവയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ആണ് പ്രധാനമായും ഈ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്. അനദർ ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ സെക്കൻഡ് വേൾഡ് വാർ ഈസ് ദ ഫോർമേഷൻ ഓഫ് ദ മിലിറ്ററി അലയൻസ്. സൈനിക സഖ്യ രൂപീകരണങ്ങൾ. There are two important military alliances. First one is
Axis powers and second one is the Allied powers. The major countries included in the Axis power were Germany, Italy and Japan. And at the same time, in the Allied powers, the major countries included England, France and China. Later, America and Soviet Union also joined with Allied powers. പിന്നീട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും അലീഡ് പവേഴ്സിൻ്റെ കൂടെ ചേരുകയും ചെയ്തു. Another important cause for the Second World War was the policy of appeasement. യുദ്ധത്തിനുള്ള മറ്റൊരു കാരണമായിരുന്നു പ്രീണന നയം. When Germany, Italy and Japan attacked other nations, capitalist countries like Britain and France did not prevent the attacks. They considered Soviet Union being a socialist country as their chief enemy. The policy which encouraged the fascist attack is known as the policy of appeasement. ഈ ഒരു മനോഭാവം ഫാസിസ്റ്റ് ശക്തികൾക്ക് പ്രേരണ നൽകുകയാണ് ചെയ്തത്. Another important cause for the Second World War was failure of League of Nations. League of Nations failed to prevent the attack of the Axis powers. ഹിറ്റ്ലറും മുസോളിനിയുമൊക്കെ ഓരോ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോഴും ലീഗ് ഓഫ് നാഷന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കോഴ്സസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോകയുദ്ധത്തിൻ്റെ ഗതി എങ്ങനെയാണ് യുദ്ധം തുടങ്ങിയത്? On 1st September 1939, Germany attacked Poland. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. This prompted the Allied nation to declare war against Germany. ജർമ്മനിയുടെ ഈ പോളണ്ട് ആക്രമണം സഖ്യ ശക്തികളെ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ on 3rd September 1939, Allied nations declared war on Germany. അങ്ങനെ 1939 സെപ്റ്റംബർ 3 സഖ്യശക്തികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. Ultimately resulted in the outbreak of the Second World War. ഇതോടുകൂടി രണ്ടാം ലോകയുദ്ധം ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചു. In 1941, Japan attacked Pearl Harbor, the American naval base in the island of Hawaii. This directly resulted in the American entry into the Second World War. അതിനിടയിലാണ് 1941 ജപ്പാൻ അമേരിക്കയുടെ തുറമുഖമായിരുന്ന പേൾ ഹാർബർ ആക്രമിച്ചു. ഇതോടുകൂടി അമേരിക്കയും യുദ്ധരംഗത്തേക്ക് വന്നു. ഹിറ്റ്ലർ ആൾസോ അറ്റാക്ക്ഡ് സോവിയറ്റ് യൂണിയൻ ഇൻ 1941, നോട്ട് കൺസിഡറിംഗ് ദ നോൺ അഗ്രഷൻ പാക്ട് ബിറ്റ്വീൻ USSR ആൻഡ് ജർമ്മനി. USSRും ജർമ്മനിയും തമ്മിൽ പരസ്പരം ആക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോൺ അഗ്രഷൻ പാക്ട് ഉണ്ടായിരുന്നു, പരസ്പരം ആക്രമിക്കാതിരിക്കാനുള്ളൊരു വ്യവസ്ഥ. എന്നാൽ 1941 അത് ലംഘിച്ചുകൊണ്ട് ജർമ്മനി USSRനെയും ആക്രമിച്ചു. ഇതോടുകൂടി USSRും യുദ്ധരംഗത്തേക്ക് വന്നു. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ആൻഡ് സറൻഡേർഡ് ഇമ്മീഡിയറ്റ്ലി. ഇങ്ങനെ സഖ്യശക്തികളും കൂടെ അമേരിക്കയും USSRും കൂടി ചേർന്ന് എല്ലാവരും കൂടിയിട്ട് ഇറ്റലിയെയും ജർമ്മനിയെയും ആക്രമിച്ചപ്പോൾ ഇറ്റലിക്കും ജർമ്മനിക്കും പിടിച്ചു നിൽക്കാനായില്ല. മാത്രവുമല്ല അവർ കീഴടങ്ങുകയും ചെയ്തു. മുസോളിനി വാസ് കിൽഡ് ബൈ ദ ലോക്കൽ പാർട്ടിസൻസ്. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളാൽ മുസോളിനി വധിക്കപ്പെട്ടു. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ ആണെങ്കിൽ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഡ്രോപ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ. ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ ഓൺ 6th August 1945 and Fat Man in Nagasaki on 9th August. Soon Japan surrendered. ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങിയെങ്കിലും ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറായില്ല. ഈ സമയത്ത് അമേരിക്ക ജപ്പാനിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന ബോംബും നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ എന്ന ബോംബുമാണ് വർഷിച്ചത്. ഇതോടുകൂടി ജപ്പാനും പൂർണ്ണമായിട്ടും കീഴടങ്ങി. ഇതോടെ രണ്ടാം ലോകയുദ്ധം അവസാനിച്ചു. കോൺസിക്വൻസ് ഓഫ് ദി
സെക്കൻഡ് വേൾഡ് വാർ. എന്തൊക്കെയാണ് ഈ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ, പരിണിത ഫലങ്ങൾ, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഓവർ 10 മില്യൺ പീപ്പിൾ ഡൈഡ്. 10 ദശലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്പിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയാകെ തകർന്നു. യൂറോപ്യൻ ഡോമിനൻസ് ഇൻ വേൾഡ് ഡിമിനിഷ്ഡ്. ലോകത്ത് യൂറോപ്യന്മാരുടെ അപ്രമാദിത്വം തകർന്നു. ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നതോടെ ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകശക്തികളായിട്ട് വളർന്നു വന്നു. ടു മെയിൻറ്റെയിൻ വേൾഡ് പീസ് ദ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. പിന്നീടൊരു യുദ്ധമുണ്ടാവാതിരിക്കാൻ വേണ്ടി, ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ ഓർ UNO. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, ഫോർ പ്രിസർവിംഗ് ദ ഗ്ലോബൽ പീസ്, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ് ഓൺ 24th October 1945. രണ്ടാം ലോകയുദ്ധശേഷം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി UNO എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. 1945 ഒക്ടോബർ 24 ഇത് നിലവിൽ വന്നത്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ UN ഈസ് ഇൻ ന്യൂയോർക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇതിൻ്റെ ആസ്ഥാനം USA ന്യൂയോർക്കിലാണ്. ഒക്ടോബർ 24 ഈസ് ഒബ്സർവ്ഡ് ആസ് യുണൈറ്റഡ് നാഷൻസ് ഡേ ഓർ UN ഡേ. 1945 ഒക്ടോബർ 24 ഇത് രൂപീകൃതമായത് എന്നതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 UN ഡേ ആയി ആചരിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് UNO. എന്തൊക്കെയാണ് ഈ UNOയുടെ ലക്ഷ്യങ്ങൾ? സേവ് ദ സക്സീഡിംഗ് ജനറേഷൻ ഫ്രം ദ സ്കോർച്ച് ഓഫ് വാർ. ജനങ്ങളെ യുദ്ധത്തിൻ്റെ നാശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പ്രൊട്ടക്റ്റ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്. അന്താരാഷ്ട്ര സന്ധികളും വ്യവസ്ഥകളും നിയമങ്ങളുമൊക്കെ സംരക്ഷിക്കുക. ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രീസ്. രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന് വേണ്ടി നിലകൊള്ളുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും UNO മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ.